നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. IFFHSൻ്റെ ഈ വർഷത്തെ മികച്ച കോച്ചിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ദേശീയ ടീമിനുള്ള കോച്ചിനും ക്ലബ്ബ് ടീമുകൾക്കുള്ള കോച്ചിനും സെപ്പറേറ്റ് പുരസ്കാരങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ദേശീയ ടീമിൻ്റെ പുരസ്കാരം ആര് നേടി എന്നുള്ളതാണ്. 10 പേരുടെ റാങ്കിങ് ലിസ്റ്റ് ഉണ്ട്. 10ാം സ്ഥാനത്ത് ഹാവിയർ അഗ്വേറാണ്. മെക്സിക്കോക്കാരനാണ്. അദ്ദേഹം മെക്സിക്കോയെ പരിശീലിപ്പിക്കുന്നു. അതേസമയം പിന്നെ 9ാം സ്ഥാനത്ത് നെസ്റ്റർ ലൊറൻസോ ഉണ്ട്. അർജൻറ്റീനക്കാരനാണ്, കൊളംബിയയുടെ കോച്ചാണ്. 8ാം സ്ഥാനത്ത് ടിമോ കപ്പാഡ്സ് ആണ്, ഉസ്ബെക്കിസ്ഥാൻ്റെ കോച്ചാണ്. 7ാം സ്ഥാനത്ത് വാലിദ് റഗ്രാഗി ഉണ്ട്, അതായത് മൊറോക്കോയുടെ കോച്ച്. അതേസമയം 6ാം സ്ഥാനത്ത് ദിദിയ ദഷാമാണ്, ഫ്രാൻസിൻ്റെ കോച്ച്. അദ്ദേഹം ഒരുപക്ഷേ ഈ വേൾഡ് കപ്പോടുകൂടി ആ സ്ഥാനം വിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൽ എന്ത് പ്രകടനം ഫ്രാൻസ് നടത്തുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 5ാം സ്ഥാനത്ത് തോമസ് ടൂഷേലാണ്, ഇംഗ്ലണ്ടിൻ്റെ കോച്ച്, ജർമ്മൻ കോച്ച്. 4ാം സ്ഥാനത്ത് സ്റ്റെയിൽ സോൾബെക്കനാണ്, നോർവേയുടെ കോച്ച്. നോർവേ 1998 ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പിന് ഇത്തവണ യോഗ്യത നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് അർജൻറ്റീനയുടെ കോച്ച് ലയണൽ സ്കലോനിയാണ്. വീണ്ടും ഒരിക്കൽ കൂടി വേൾഡ് കപ്പിൽ മുത്തമിടാൻ കഴിയുമോ എന്നുള്ളതാണ് സ്കലോനിയും സംഘവും ഇപ്പോൾ നോക്കുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന സൗത്ത് അമേരിക്കയിൽ നിന്ന് 1ാം സ്ഥാനവും കൊണ്ടാണ് വരുന്നത്. 2ാമത് റോബർട്ടോ മാർട്ടിനസ് ആണ്, പോർച്ചുഗലിൻ്റെ കോച്ച്. പോർച്ചുഗീസ് കോച്ച്, അതായത് സ്പാനിഷ് കോച്ചാണ്, പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ കോച്ചാണ്. അദ്ദേഹമാണ് 2ാമത്. യുവേഫ നേഷൻസ് ലീഗിലൊക്കെ മുത്തമിട്ടു. വേൾഡ് കപ്പിന് ടീം യോഗ്യതയും നേടി മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 1ാം സ്ഥാനത്തോ സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ഡി ലാ ഫ്യുവൻ്റെയാണ് 1ാം സ്ഥാനത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇത്തവണ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ഫേവറിറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി ക്ലബ് ഫുട്ബോളിലേക്ക് വന്നാലോ. ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ലൂയിസ് എൻറിക്കയ്ക്കാണ്. PSG ലൂയിസ് എൻറിക്ക 1ാമത് വരുമ്പോൾ 2ാമത് എൻസോ മരേസ്കയാണ്, ചെൽസിയുടെ എൻസോ മരേസ്ക. വേൾഡ് കപ്പൊക്കെ അവരുടെ ടീം നേടുകയുണ്ടായി. 3ാമത് ബാഴ്സലോണയുടെ കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്കാണ്. 4ാമത് ബയൺ മ്യൂണിക്കിൻ്റെ കോച്ച് വിൻസെൻ്റ് കോമ്പനിയാണെങ്കിൽ 5ാമത് ആഴ്സണലിൻ്റെ കോച്ച് മൈക്കൽ ആർട്ടിറ്റയാണ്. പിന്നാലെ വരുന്നത് അന്റോണിയോ കോണ്ടെയാണ്, SSC നാപ്പോളിയുടെ കോച്ചാണ് അദ്ദേഹം ഇപ്പോൾ. പിന്നെ സിമോൺ ഇൻസാഗി ഇൻ്റർ മിലാൻ്റെ കോച്ചായിരുന്നല്ലോ, പിന്നെ അദ്ദേഹം ഇപ്പോൾ അൽ ഹിലാലിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. സാബി അലോൺസോ 8ാമതാണ് വരുന്നത്. ബയർ ലെവർക്യൂസലിനെ പൊളിച്ചടുക്കിയത് കൊണ്ടാണ് ഈ സ്ഥാനം. പിന്നെ അദ്ദേഹം ഇപ്പോൾ റയലിനെ പരിശീലിപ്പിക്കുന്നു. 9ാം സ്ഥാനത്ത് അബെൽ ഫെഡീറ, പോർച്ചുഗീസ് കോച്ചാണ്, പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസിനെ മുന്നോട്ട് നയിക്കുന്നു. 10ാമത് ജൂഡിസിച്ചാണ്, ക്രൊയേഷ്യക്കാരനാണ്. അദ്ദേഹം പിരമിഡ്സ് FCയുടെ കോച്ചാണ്. പിന്നെ ഫിലിപ്പെ ലൂയിസാണ്. ഒപ്പം തന്നെ 10ാം സ്ഥാനത്ത് 2 പേരുണ്ട്. ഫിലിപ്പെ ലൂയിസ് ഉണ്ട്, ഫ്ലെമിംഗോയെ കോപ്പ ലിബർട്ടഡോറസിലൊക്കെ മുത്തമിടിച്ച ബ്രസീലിയൻ കോച്ച് ഫിലിപ്പെ ലൂയിസ്. ഇതാണ് ക്ലബ് ഫുട്ബോളിലെ കോച്ചുമാരുടെ റാങ്കിങ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.